വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പ് വെയറാണ് കേട്ടോ ഇത്. ഇത് കൂട്ടണോ ഇത് കൂട്ടണോ സൈഡ് കൂട്ടണോ പച്ച മലയാളത്തിൽ അങ്ങനെയാ പറയണ്ടേ. അങ്ങനെയുള്ളത് കൂട്ടാനുണ്ട് കുറക്കാനുണ്ട്. പണ്ടത്തെ മുറുക്കി കെട്ടല് ഇപ്പൊ ഇങ്ങനെ ബെൽറ്റായി മാറി. ഒരെണ്ണം ഈ ഒരു ട്രൗസർ ടൈപ്പ് ആയിട്ട് വരുന്നതും ഒരെണ്ണം പാന്റീസ് ടൈപ്പ് ആയിട്ട് വരുന്നത്. ലേഡീസിന്റെ കിറ്റക്സ് അങ്ങനെ കേട്ടിട്ടില്ല. ഇതാണ് രാംരാജിന്റെ ലേഡീസ് ബ്രാൻഡ്. എത്ര വില കുറച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗവേഷണമാണ് ഇതിന്റെ പിന്നിലുള്ളത്. നമുക്ക് വരുന്നതും പോകുന്നതും ഇതുപോലെ ബണ്ടിലായിട്ടാണ്. ഏറ്റവും ക്വാളിറ്റിയിൽ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ടീൻസ്. ഒരു റിയൽ പ്രൈസ് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ജെൻസിന്റെ ഷേപ്പ് വെയർ ആണ്. കോട്ടൺ ഐറ്റത്തിന് 10 ബോക്സ് എടുക്കുമ്പോൾ ഒരു ബോക്സ് ഫ്രീ. ഇത് കൂട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടാനുള്ള സംഭവമാണ് കേട്ടോ. രാംരാജിന്റെ സ്റ്റോക്ക്, മൈബ്രയുടെ സ്റ്റോക്ക്, അവരുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് അവർ തന്നെ ഈ കമ്പനി തന്നെ ഓൺ ചെയ്യുന്ന ബ്രാൻഡാണ്. ഇത് ഡിസ്പോസിബിൾ അണ്ടർ പാഡ്. വിസ്റ്റാറിലാണെങ്കിലും ബ്ലോസത്തിലാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളിലും 100+ മോഡലുകൾ ഉണ്ടാവും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് പോകുക. വയറ് ടമ്മിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മെൻസ് ബ്രാൻഡുകളായിട്ടുള്ള ജോക്കി ഉണ്ട്, നമ്മളതിൽ വാന്യൂസൺ ഉണ്ട്, US പോളോ ഉണ്ട്, പൂമർ ഉണ്ട്, രാംരാജ് ഉണ്ട്. ഈ ലേഡീസ് യൂസ് ചെയ്യണ ഈ ഒരു ഷേപ്പ് വെയറില്ലേ, പൂമറിന്റെ സ്റ്റോക്കാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്നാണല്ലോ കേരളത്തിലേക്ക് മൊത്തം പോകുന്നത്. കേരളത്തില് മൊത്തം ഇവരറിയാണ്ട് ഈ ഒരു സംഭവം നമ്മൾ ആരും ഇട്ടില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലത്തെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഷോപ്പിലേക്ക് വന്നിരിക്കണം. അതും ഇന്നർ വെയറിന്റെ. ഇന്നർ വെയർ എന്ന് പറയുമ്പോൾ ഒരു 20+ ബ്രാൻഡ്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതും പേര് കേട്ടിട്ടുള്ള ജോക്കി, വാനുസൻ, വി സ്റ്റാർ അങ്ങനെ തുടങ്ങിയ 20+ ബ്രാൻഡ്സ്. അതും കിഡ്സ്, ജെൻസ്, ലേഡീസിന്റെ എല്ലാ ഐറ്റംസ് ഒരു ഒറ്റ കടയിൽ. അതും ഇത്രയും അധികം സ്റ്റോക്ക്. എനിക്ക് തോന്നുന്ന കമ്പനിയിൽ പോലും അത്രയും സ്റ്റോക്ക് ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഇവർക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സൈറ്റ് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിലാണ്. ഈ ഒരു ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്, സെഞ്ച്വറി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ്. ഇത് കൂടാണ്ട് അതിൻ്റെ അപ്പുറത്ത് സെഞ്ച്വറി മാൾ, സെഞ്ച്വറി കോംപ്ലക്സ്, അങ്ങനെ ഒരുപാട് ഒരു 4-5 ബിൽഡിങ്ങുകളും ഉണ്ടൊക്കെ ഹോൾസെയിലാണ് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിന് ജസ്റ്റ് കാണുന്നത് ഒരു കാലം അങ്ങോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്നിരിക്കുന്ന ഹോണസ്റ്റി ഡ്രസ്സസിലേക്കാണ് കേട്ടോ. ഹോണസ്റ്റി ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടെ ഇന്നർ വെയർ മാത്രമേ കിട്ടുള്ളൂ. ഇന്നർ വെയർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ നമ്പർ 1 ഒരു ഇന്നർ വെയർ ഷോപ്പും കൂടിയാണ്. അപ്പോൾ എന്തായാലും കയറി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കയറിക്കണം. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ നിറച്ച് പെട്ടികൾ, അതും ഫുൾ ഇന്നർ വെയറിന്റെ കളക്ഷൻസ് ഒതുക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഹോണസ്റ്റി ഡ്രസ്സ് ഇവിടെ കുറെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പെട്ടികൾ. ഇത് 2 ഹോണസ്റ്റിയാണ്. ഇതും ഇവിടുത്തെ ഓണറിൽ നിന്ന് കിട്ടാൻ നമുക്ക് ഇവിടെ ഉണ്ട്. ചേച്ചി എന്ന് ചിരിക്കുന്നുണ്ട്. ചേച്ചി ഇവിടുത്തെ തന്നെയാണോ? ഹോണസ്റ്റീരി ആണോ? ഈ കുട്ടി ഹോണസ്റ്റീരി ആണോ? ഒരു ഹായ് പറഞ്ഞേക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ ഓണറായിട്ട് ഒന്ന് സംസാരിക്കാം. ഓണർ ഭയങ്കര ബിസിയാണ്. ഹായ്, ഞാൻ കയറിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. കയറി കഴിഞ്ഞിട്ടാണ് കയറിക്കോട്ടെ എന്ന് ചോദിച്ചോടെ മൈക്കൊന്ന് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹോണസ്റ്റി ഡ്രസ്സസ് എന്ന് പറയുന്നുണ്ട്, ശരിക്കും ഹോണസ്റ്റി ആണോ? ഹോണസ്റ്റിയാണ്. നമ്മൾ 1997 സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോണസ്റ്റി എന്നുള്ള പേരിട്ടിട്ടുള്ളത്. എല്ലാ സമയത്തും നമ്മളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഹോണസ്റ്റിയാണ് പേരിൽ തന്നെ നമ്മൾ ഹോണസ്റ്റി ഉണ്ട്. അതാണ് ഹോണസ്റ്റി ഡ്രസ്സസ് എന്നുള്ള പേര് വന്നത്. ഇനി പേരിൽ മാത്രമല്ല, ശരിക്കും ഹോണസ്റ്റി ആണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ട് വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോയില് നമുക്ക് എന്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ആ കസാരയിൽ ഇരിക്കാണ്ട് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ പെട്ടികൾ, അതും പല പല ബ്രാൻഡ്സുകളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള ബ്രാൻഡ്സാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത്? ഇവിടെ മാത്രമാണോ ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ? എങ്ങനെയാണ്? നമ്മൾ ഒരു 15ഓളം ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം നമ്മൾ ട്രേഡിംഗ് മാത്രമായിട്ടുള്ള സ്ഥാപനമാണ്. ഹോൾസെയിൽ ട്രേഡിംഗ്, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. പ്യൂർലി ഹോൾസെയിൽ. സിംഗിൾ പീസോ സിംഗിൾ പെട്ടിയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു ബോക്സും ഒരു പീസും കൊടുക്കുന്നതല്ല. അതിന് 100 ബോക്സ് ആണെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിന് ഇത് ഇവിടെ നിന്ന് കൊടുക്കൂല. അത്രയും പക്ക B2B. ഓക്കെ, കച്ചവടം നടത്തുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. ഇനി ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണവരാണെങ്കിൽ അവർക്കും ധൈര്യമായിട്ട് വിളിക്കാം. കുറെ പേര് ഇവരെ കയ്യിൽ നിന്ന് മേടിച്ച് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 1997 ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടേക്കണത്. കാരണം ഇവർക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. 1997 തുടങ്ങിയത്. ശരിക്കും തുടങ്ങിയതാണോ? ഉറപ്പായിട്ടും. അപ്പൊ ഗൂഗിളും സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഇവരെ കുറിച്ചിട്ട് ഓൾറെഡി നമുക്ക് അറിയാം. ഹോണസ്റ്റി എന്ന് പറയുന്നത് കോഴിക്കോട് മാർക്കറ്റ് തന്നെയല്ല, നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമുക്ക് സപ്ലൈ കസ്റ്റമേഴ്സ് കേരളത്തിൽ അങ്ങോളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഇരിക്കണേ, ഏതൊക്കെ ബ്രാൻഡ് ഇരിക്കണേ ഒന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റുമോ? നമ്മള് മെൻസ് ബ്രാൻഡുകളായിട്ടുള്ള ജോക്കി ഉണ്ട്, നമ്മളതിൽ വാന്യൂസൺ ഉണ്ട്, US പോളോ ഉണ്ട്,
പൂമർ ഉണ്ട്, രാംരാജ് ഉണ്ട്, അങ്ങനെ തുടങ്ങി അമുൽ മാച്ചോ, ന്യൂഡേ, VIP, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാർക്കറ്റിൽ ആവശ്യമുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മൾ മെൻസ് ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സംശയം കൂടി, സംശയമല്ല, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പേര് മാത്രമല്ല, പേരിൽ പല പല മോഡൽസ് ഒന്ന് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡുകളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല, ഒരു ബ്രാൻഡിൽ തന്നെ പല മോഡൽസ് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? തീർച്ചയായിട്ടും ഓരോ ബ്രാൻഡിലും ഒരു 100+ മോഡലുകൾ ഉണ്ടാവും ഓരോ ബ്രാൻഡിലും. ഇപ്പോൾ വിസ്റ്റാറിലാണെങ്കിലും ബ്ലോസത്തിലാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളിലും 100+ മോഡലുകൾ ഉണ്ടാവും. സൈസസ് എല്ലാം മോഡൽസ് ഉണ്ടാവും. അതിൽ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, നമുക്ക് ഓരോ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ പരിചയം, ഇത്ര കാലത്തെ പരിചയത്തിൽ നമ്മളതെല്ലാം ഈ സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാതും ഇവിടെ ഉണ്ടെന്ന്. എല്ലാം പോകുന്ന ഐറ്റംസ്, അതായത് നിങ്ങൾ ഒരു കസ്റ്റമർ വന്ന് നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, ഈ കസ്റ്റമർ വന്ന് ചോദിക്കുന്ന പറയുമ്പോൾ ഓരോരോ ഏരിയയിൽ ഇപ്പൊ നമ്മൾ കുറെ നാളെ ഈ ഹോൾസെയിൽ കൂടുതലാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഏരിയയിലും ഓരോ ഐറ്റംസ് ആണ് പോണത്. അതൊക്കെ നിങ്ങൾക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്കറിയാം ആ സ്ഥലത്ത് ഏതെല്ലാം ബ്രാൻഡാണ് വിൽക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. അപ്പൊ ആ നിലക്ക് കൂടി നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഓരോ ഏരിയ വൈസ് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തൃശ്ശൂരാണെന്ന് പറയാ, അല്ലെങ്കിൽ നിങ്ങൾ തിരൂരാണെന്ന് പറയാ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂരാണെന്ന് പറയാ, നിങ്ങൾ കാസർഗോഡാണെന്നോ അല്ലെങ്കിൽ നമ്മളെ നിലമ്പൂരാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ പോകുന്ന ഇന്നർവെയർസ്, ആ ഏരിയയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന ഇന്നർവെയർ എന്താണോ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ആ തലത്തിൽ നിങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അത് സെയിൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒന്ന് സഹായിക്കാനും പറ്റൂല. ഇനിയിപ്പോ നമുക്ക് ജോക്കീസ്, ഇപ്പൊ മെൻസിന്റെ ഒക്കെ അറിയാം, ഈ ബ്രീഫ് എന്നൊക്കെ പറയുമ്പോ ബോക്സർ ടൈപ്പ് ഉണ്ട്, മറ്റേ അങ്ങനെ എല്ലാ ഐറ്റംസും അതായത് ജോക്കി മുതൽ ഇങ്ങോട്ട് എല്ലാ ബ്രാൻഡുകളിലും എല്ലാ ഐറ്റംസും നമ്മൾ അവൈലബിൾ ആണ്. ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്ന് ആകാംക്ഷ ഉണ്ട് അറിയാനായിട്ട്. നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പേര് പറയുകയാണെങ്കിൽ ജോക്കി ഉണ്ട്, നമ്മളെ കയ്യിൽ വാന്യൂസൺ ഉണ്ട്, US പോളോ ഉണ്ട്, ഓട്ടോ ഉണ്ട്, രാംരാജ് ഉണ്ട്, പൂമർ ഉണ്ട്, അമുൽ മാച്ചോ ഉണ്ട്, VIP ഉണ്ട്, ദെൻ വിസ്റ്റാർ ഉണ്ട്, ന്യൂഡേ ഉണ്ട്. അങ്ങനെ മെൻസ് ബ്രാൻഡിൽ ഇത്രയധികം ബ്രാൻഡുകൾ ഒരുമിച്ച് ഒരു കുടക്കീഴിലുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ ഹോണസ്റ്റിയുള്ളൂ. അതെ, അതാ തപ്പി പഠിച്ച് ഞാൻ വന്നതാണ് കേട്ടോ. ഈ കാണുന്ന സ്റ്റോക്കൊന്നല്ല, സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു കമ്പനിയിൽ പോലും ഇത്ര ഉണ്ടാവില്ല, അത്ര അധികം സ്റ്റോക്ക് ഇവിടെ വെക്കുന്നുണ്ട്. ഇതേതാ ബ്രാൻഡ്? മിസ്ലീവ് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ബജറ്റ് റേറ്റില്, ഒരു പ്രീമിയം പ്രൊഡക്റ്റ് അത് വളരെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതിന്റെ സ്റ്റോക്ക് അതിന്റെ റേറ്റ് ഒരു ബജറ്റ് റേറ്റ് ആണ്. ഇത് എന്നിട്ട് നമുക്ക് ഈ ജോക്കി വിസ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി പേര് കേട്ടിട്ടുള്ളത്, അതിനനുസരിച്ച് റേറ്റ് നമുക്ക് മാർക്കറ്റിൽ എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. കയ്യിൽ ഒതുങ്ങാവുന്ന പ്രൈസ് ആണ്, പക്ഷെ അതിന്റെ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ്. അതാണ് വെച്ചാൽ നമുക്ക് എല്ലാതും ഉണ്ട്, പ്രീമിയം ഉണ്ട്, രണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് A to Z ഈ ബ്രാൻഡില് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ പ്രൈസ് മുതൽ വലിയ പ്രൈസ് വരെ എല്ലാം നമ്മളിൽ അവൈലബിൾ. ഈ കിറ്റക്സ് എന്നൊക്കെ പറയണത് ശരിക്കും വലിയവർക്കുള്ളതാ, കുട്ടികൾക്കായി? ഇത് സ്ത്രീകളുടെ ഇന്നർവെയർ. സ്ത്രീകൾക്കും കിറ്റക്സ് അല്ലേ? ഞാൻ സാധാരണ ലേഡീസിന്റെ കിറ്റക്സ് അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷെ ഇത് എനിക്കൊരു പുതിയ അറിവാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ അറിവുകളും കിട്ടും, കുറെ ബ്രാൻഡുകളുടെ പേര് പുതിയതായിട്ട് കേൾക്കാനും പറ്റും, കേട്ട പേരുകളും ഉണ്ട്. അങ്ങനെ A to Z എല്ലാതും സ്റ്റോക്കുകൾ നോക്കാം നമുക്ക്. ഇതൊക്കെ സ്റ്റോക്കുകളാണ്. അതുപോലെ ബ്രാൻഡുകളുടെ പേര് പറയുന്നത്, ഇത് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, പൂമർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു തമിഴ്നാട് ബ്രാൻഡാണ്. ഈ തമിഴ്നാട് ബ്രാൻഡിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തമിഴ്നാട് ബ്രാൻഡുകൾ മിക്കവാറും എല്ലാം അവരെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് അവർ തന്നെ ഈ കമ്പനി തന്നെ ഓൺ ചെയ്യുന്ന ബ്രാൻഡാണ്. അതായത് നിറ്റിങ് മുതൽ അതിന്റെ വീവിങ്, അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ സ്റ്റിച്ചിങ്, പാക്കിംഗ് കംപ്ലീറ്റ്. അതായത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി വരെ അവര് സ്വന്തമായിട്ടുള്ള വിൻമില്ലിൽ നിന്ന് വരുന്നതാണ്. അതായത് ഒന്നിനും പുറത്തു പോവാത്ത എല്ലാം ഇൻഹൗസിൽ ചെയ്യുന്ന ബ്രാൻഡുകളാണ് മിക്കവാറും തമിഴ്നാട് ബ്രാൻഡുകൾ. അതില് നമ്പർ 1 ആണ് പൂമർ. ഈ ഒരു ബ്രാൻഡ് പൂമർ. പിന്നെ ടീൻസും എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ബ്രാൻഡ് അല്ല, ടീൻസ് കേരളത്തിലെ ബ്രാൻഡാണ്. വളരെ പ്രീമിയം പ്രൊഡക്റ്റുകൾ, അതായത് ഹോസിയറി,
അതായത് ബനിയൻ മെറ്റീരിയൽ എന്ന് പറയും, നിറ്റഡ് എന്ന് പറയും. അതിൽ ഞങ്ങൾ പറയാൻ നിറ്റഡ് എന്നാണ്. ഈ നിറ്റഡ് ബ്രേസിയറിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്, ഏറ്റവും ക്വാളിറ്റിയിൽ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ടീൻസ്. അങ്ങനെ ഓരോരോ ബ്രാൻഡുകളും ഇപ്പൊ ഈ മൈ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ബ്രാൻഡ് കാണുമ്പോഴാണ് 100+ ഇയർ പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ്. ഓ, ഇതില് മെയിൻ ആയിട്ട് എങ്ങനെയാ ഇന്നർവെയർ എന്ന് പറയുമ്പോ അപ്പ് ആൻഡ് ഡൗൺ രണ്ടും ഉണ്ടോ? ബ്രേസിയേഴ്സ് ആണ് അതിൽ, രണ്ടും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ലേഡീസിലൊരു ബ്രാൻഡാണ്. പിന്നെ ബ്രാൻഡുകളെ കുറിച്ച് നോക്കണേ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റോക്ക് മാത്രമല്ല, പിന്നെ നമുക്ക് എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും കച്ചവടം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മള് പ്യൂർലി B2B ആണ് നമ്മളെ സെയില്. അപ്പൊ നമ്മൾ ആദ്യം വരുന്ന ഒരു കസ്റ്റമർ നമുക്ക് സീരീസ് ആയിട്ട് തന്നെ എടുക്കണം. അതായത് 32 മുതൽ 40 വരെയാണെങ്കിൽ 32 മുതൽ 40 വരെയുള്ള സീരീസ് എടുക്കണം. അവര് നമ്മളെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവർക്ക് വരുന്ന ഷോർട്ടേജ് അത് 34 മാത്രമാണെങ്കിൽ 34 മാത്രം. അതായത് ഒരു പെർട്ടിക്കുലർ സൈസ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കും. നമ്മൾ നിങ്ങളുടെ ഫാമിലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം. ഫാമിലി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിൽ നിന്ന് ഒരു ബ്രാൻഡാണ് V-Star എന്ന് പറയുന്നത്. ഇത്രയും അധികം സ്റ്റോക്കാണ് ഇരിക്കുന്നത് അല്ലെ. അതുപോലെ ഈ സൈഡൊക്കെ നോക്കണം, ഇത് നടക്കാൻ പോലും സ്ഥലമില്ല, അത്രയും സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നിറച്ച് സ്റ്റോക്ക് കൊണ്ട് സ്റ്റോക്ക്, വെറൈറ്റി കൊണ്ട് വെറൈറ്റി. പേരുകളും പറയുമ്പോൾ 10-20+ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ന്യൂഡേ ആൻഡ് റെഡ് റോസും അങ്ങനെ. ഇപ്പൊ ലേഡീസിന്റെ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ, ഞങ്ങൾക്ക് എല്ലാം സ്പെഷ്യൽ ആണ് അല്ലെ, എല്ലാം സ്പെഷ്യൽ ആണ്. അങ്ങനെ ഓരോരോ സ്പെഷ്യൽ ഞങ്ങൾ ഓരോ ഏരിയക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് സെയിൽസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതായത് ഇപ്പൊ നമ്മള് ഒരു ഏരിയയിൽ കൂടുതൽ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡ് ആണെങ്കിൽ വേറൊരു ബ്രാൻഡ് ആയിരിക്കും വേറൊരു ഏരിയയിൽ കൂടുതൽ പോകും. എനിക്കൊരു ആകാംക്ഷ, ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂര് ഏതാ കൂടുതൽ? തൃശ്ശൂര് V-Star ബ്ലോസം അല്ലെ, ബ്ലോസ് അല്ല, ഞാൻ കൂടുതൽ സത്യമാണോ അത്? കാരണം എന്താ വെച്ചാൽ നമ്മൾ ചോദിച്ചു പോണത് അത് തന്നെയാണ്. കൂടുതൽ കസ്റ്റമേഴ്സ് ഓരോരോ കടയിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അത് നമുക്കറിയാം തൃശ്ശൂർക്കാരുടെ ഒരു മെയിൻ ഹരം ഇത് തന്നെയാണ്. ഇനി ഇപ്പോഴത്തേക്കൊക്കെ വരാണെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്? കൂടുതൽ പിന്നെ ഇത് കൂടാണ്ട് ആക്സസറീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ അത് കേട്ടിരുന്നു. ആക്സസറീസ് ഉണ്ടെന്നുള്ളത് അത് ഏത് ഭാഗത്തായിരിക്കണത്? ചേച്ചി വൻ ജിമ്മനാണല്ലോ, ഫുൾ ബോക്സ് ആയിട്ട് പോണത്. അതേ ബോക്സ് പോണു, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ആക്സസറീസ് ഒന്നും അറിയണമെന്നുണ്ടല്ലോ. ഈ ചേച്ചി ഇങ്ങോട്ട് കടന്നോളൂ. ഇത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിയാണ്. ചേച്ചീനെ എന്തായാലും നേരത്തെ നമ്മൾ കണ്ടു. ചേച്ചിയാണല്ലോ മെയിൻ ഇവിടുത്തെ ബോക്സ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട്. പേര് പറയും. ഗീത ചേച്ചി ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയേ. താങ്ക് യു. ഒന്ന് ഇപ്പഴത്തേക്ക് നീങ്ങിക്കോ. ഇവിടെ ആക്സസറീസ്, ഇതൊക്കെയല്ലേ ആക്സസറീസ്? ഒരു പാന്റി എന്നുള്ളതിനേക്കാൾ ഉപരി പാന്റിയിൽ തന്നെ ഒരുപാട് ഐറ്റംസ് അറിയാം. എല്ലാത്തരം പാന്റികളും, അതായത് പച്ച മലയാളത്തിൽ അങ്ങനെയാ പറയണ്ടേ. അങ്ങനെയുള്ളത് കൂട്ടാനുണ്ട് കുറക്കാനുണ്ട്. കൂട്ടലും കുറക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കൂട്ടാനുള്ളത്. ഇത് കൂട്ടാനുള്ളത് ഞാൻ ഫോട്ടോ മാത്രം കാണിക്കുന്നുള്ളൂ, ബാക്കി പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ സാരി ഷേപ്പ് വെയർ, പിന്നെ നമുക്ക് ടമ്മിന്റെ ഷേപ്പ് വെയർ, അങ്ങനത്തെ തുടങ്ങിയല്ലാതെ. ഇതിപ്പോ എടുക്കുമ്പോ ഈ പാക്കറ്റ് കാണുന്നത് ഇത് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം അല്ലെ. അത് ഒരു പീസായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടൂല. കാരണം ഹോൾസെയിലില് അല്ലാത്തവര് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഫുൾ ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ ഈ ഇതൊക്കെ ഇത് എന്താണോ കാണുന്നത് അതിന്റെ പർപ്പസിന് പാഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമുക്ക് പാഡാണ്. പാഡ് എന്ന് പറയുമ്പോൾ ഇതില് നമുക്ക് എന്താ പറയാ, സ്പോർട്സ് ബ്രാസ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വെക്കാനും, അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലേക്കുള്ള പാഡുകൾ പല സൈസസും അവൈലബിൾ ആണ്. ഇതൊരു ആക്സസറീസിൽ പെടും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നർ വെയർ ഒക്കെ സാധാരണ വെറുതെ വാഷിംഗ് മെഷീനിൽ ഇടാണ്ട് ഇതുപോലത്തെ ഒരു ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി നീറ്റ് ഹൈജീൻ ആയിട്ട് ഇരിക്കും. അങ്ങനത്തെയും ഉണ്ട്. പിന്നെ ഇത് ഡിസ്പോസിബിൾ അണ്ടർ ആം പാഡ്, ഇതും ഇവിടെ അവൈലബിൾ ആണ്. ആക്സസറീസ് അല്ലെങ്കിൽ ഇന്നർ വെയർ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സംഭവം കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് കൂട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടാനുള്ള സംഭവമാണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് അല്ലേ, അതാകുമ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് റോസ് ബ്രാൻഡിന്റെ ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് ബെൽറ്റ്, ഇത്
തണ്ടൽ വേദനയ്ക്കാണോ അല്ലെങ്കിൽ നമുക്ക് പ്രസവം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ളതല്ലേ ഇത്? നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ പണ്ട് ഈ മുണ്ട് മുറുക്കി കെട്ടെന്ന് പറയും. ആ പണ്ടത്തെ മുറുക്കി കെട്ടല് ഇപ്പൊ ഇങ്ങനെ ബെൽറ്റായി മാറി. അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇത് ഷേപ്പ് വെയർ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതെല്ലാം അവൈലബിൾ ആണ്. ഇതിപ്പോ ഷേപ്പ് വെയർ എന്ന് പറയുമ്പോൾ 2-3 മോഡലുണ്ട്. ഒരു ഷേപ്പ് വെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് വെയർ ഒന്ന് ഫോട്ടോ കാണിച്ചാൽ അറിയാൻ പറ്റും അവർക്ക്. ഇതാ ഒരെണ്ണം ഈ ഒരു ട്രൗസർ ടൈപ്പ് ആയിട്ട് വരുന്നതും ഒരെണ്ണം പാൻറ്റീസ് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് മാത്രമേ കാണിക്കുന്നത്. അല്ലാത്ത ഒരുപാട് മോഡൽസ്, ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് പറഞ്ഞാൽ തീരൂല അത്രയും. എന്ന് വെച്ചാൽ 1997 തൊട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ സജീവമാണ്. ഇവരെ അറിയാത്തവരാരും ഇല്ല അല്ലെ? അതാണ് മെയിൻ. പിന്നെ ജെൻസിനുള്ളത് നമുക്ക് ഷേപ്പ് വെയർ, അത് പുതിയൊരു അറിവ് നിങ്ങൾക്കായിരിക്കും, എനിക്കല്ല. പക്ഷെ ഈ ജെൻസിന്റെ ഷേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബനിയൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നർ വെയർ, പക്ഷെ അതല്ല കേട്ടോ. ഇത് ആണുങ്ങൾക്കും വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പ് വെയർ ആണ് കേട്ടോ ഇത്, അല്ലേ? ഇത് എന്തായാലും കുറെ പേര് കാണാത്തവരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്യണമെന്ന് കുഴപ്പമില്ല. ഹോൾസെയിൽ ആകുമ്പോൾ സാധാരണ നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാനൊന്നും പാടില്ല. അവർ ബോക്സ് കാണുമ്പോൾ അപ്പം തന്നെ അതാ ഇത് എടുത്തോ അങ്ങനെയല്ല പറയാറ്. റീറ്റെയിൽ പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുക. പിന്നെ പക്ക B2B ആണ്. വീണ്ടും എടുത്ത് പറയാണ്, ഒരു സിംഗിൾ പീസോ സിംഗിൾ ബോക്സിന് വിളിക്കുകയേ വേണ്ട കേട്ടോ. ഇത് പിന്നെ ഈ ക്ലോത്തിന് എന്താ പറയാ ആക്ച്വലി? അതിന്റെ പേരാണ് കിട്ടുന്നത്. പക്ഷെ അത് ക്ലോത്ത് നല്ല ക്ലോത്താണ്, നല്ല ഇങ്ങനെ ടൈറ്റ് ടെമ്പർ ആയിട്ട് ഇരിക്കില്ലേ. ആക്ച്വലി നമ്മുടെ ഈ ലേഡീസ് യൂസ് ചെയ്യണ ഈ ഒരു ഷേപ്പ് വെയറില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലൊക്കെ തന്നെ കുറച്ചുകൂടി പ്രഷർ കൂട്ടിയിട്ട് നമ്മുടെ ആ ഒരു വയറ് ടമ്മിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ആണുങ്ങളുടെ ആണ്. ഇതിൻ്റെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാലേ ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് വയറുള്ളിലേക്ക് ആക്കാനുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ബോക്സ്. അപ്പോൾ നന്ദി ആണുങ്ങൾക്കും ജിമ്മിന് പോകണ്ട, ഇത് യൂസ് ചെയ്താൽ മതി. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്, മോഡൽസ് അവൈലബിൾ ആണ്. ഇനി റെഡ് ആൻഡ് വൈറ്റ്, ഓഫ് വൈറ്റ്, ബ്ലാക്ക് മാത്രമല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം. ഇത് ഞാൻ പിന്നെ മടക്കി വെച്ചോളൂ, അവിടെ ഇരുന്നോട്ടെ. ഇത് കൂടാണ്ട് അപ്പുറത്തെ ഒരു ഞാൻ കയറി വരുമ്പോ ഒരു ചെക്കൻ പറഞ്ഞിരുന്നു കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് അപ്പുറത്തെ സെക്ഷനിൽ കൂടി ഒന്ന് പോയി നോക്കാം. വരും. അപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ചാടിയാൽ മതി. ഈ ഒരു സൈഡിൽ എന്താ മെയിൻ ആയിട്ട്? ഇത് മെൻസ്വെയർ ആണ്. ഇവിടെ മിക്കവാറും പൂമറിന്റെ സ്റ്റോക്കാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് പൂമറിന്റെ സ്റ്റോക്കാണ്. പിന്നെ ജോക്കി ഇപ്പുറത്തെ സൈഡ്, ജോക്കി, US പോളോ, ഇതുപോലെയുള്ള മെൻസിന്റെ ഐറ്റംസ് ആണ്. ഈ ഭാഗത്തുള്ള മുഴുവൻ മെൻസിന്റെ ഐറ്റംസ് ആണ്. പിന്നെ ഈ ഇരിക്കണത് നോക്കണ്ട കേട്ടോ, നമുക്ക് സ്റ്റോക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തടത്ത് വേറെ സ്ഥലത്തുണ്ട് അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ പുതിയതായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരോട്? പുതിയ ആളുകളോട് പറയാനുള്ളത്, നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡും V-Starൽ അല്ലെങ്കിൽ ജോക്കിൽ നിങ്ങൾക്ക് ഒരു മോഡൽ വേണം, വാന്യൂസണിൽ വേറൊരു മോഡൽ വേണം, അങ്ങനെയുള്ളതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണത്. അതായത് എല്ലാം അണ്ടർ വൺ റൂഫ്. നിങ്ങൾക്കത് അതായത് പ്യുവർ ഹോൾസെയിൽ റേറ്റിൽ വിത്ത് എല്ലാവിധ സ്കീമും ഡിസ്കൗണ്ടും പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ അറിയാത്ത കാര്യം ഓരോ ബ്രാൻഡുകളും പല സമയങ്ങളിൽ അവരുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകൾ ആവിഷ്കരിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സ്കീമുകൾ എല്ലാം നമ്മളുടെയിലും അവൈലബിൾ ആണ്. ഇപ്പൊ ജോക്കിയുടെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ V-Starയുടെ സ്കീം ഉണ്ടെങ്കിൽ, രാംരാജിന്റെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, അതെല്ലാം അതാത് സമയങ്ങളിൽ നമ്മളുടെ കയ്യിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ഓരോരോ ടൈം അനുസരിച്ചിട്ട് ഈ സ്കീം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറയാം, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിലവില് ഇപ്പൊ ഫെബ്രുവരി മാസമാണ്, ലാസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ഡേറ്റ് ഞാൻ പറയുന്നില്ല, എന്നാലും ഫെബ്രുവരി 2026 ഇന്നത്തെ ഡേറ്റിൽ. അത് ഞാൻ ഡേറ്റ് എടുത്ത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് മാർച്ചിൽ വന്നിട്ട് ഈ ഡിസ്കൗണ്ട് ചോദിക്കരുത്. ഇന്നത്തെ ഡേറ്റിൽ ഇപ്പൊ നിലവിൽ ഇവിടെ എന്താണ്? ഇപ്പോ ബ്ലോസത്തിന് 5,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യണമെങ്കിലും 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യണമെങ്കിലും ഒരു സ്കീം ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട്, നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ V-Starലും വോവൻ ആയിട്ടുള്ള, അതായത് കോട്ടൺ ഐറ്റത്തിന് 10 ബോക്സ് എടുക്കുമ്പോൾ ഒരു ബോക്സ് ഫ്രീ ഈ സമയത്ത് റൺ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ നിലവിൽ നടക്കുന്ന സ്കീമുകളാണ്. അതെല്ലാം നമ്മളും റൺ ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ ഡേറ്റ് എടുത്ത് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. കാരണം ഇത് കണ്ടിട്ട് പിന്നെ അയ്യോ മാർച്ചിലോ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഈ സ്കീം നിങ്ങൾ പറഞ്ഞിട്ട് തന്നോന്ന് അല്ല,
ഫെബ്രുവരി 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചിട്ടാണ്. നാളെ എന്തോ ഒന്നും അറിയില്ല. പക്ഷെ നിലവില് 365 ഡേയ്സ് ഇവിടെ ഈ ഒരു ഫുൾ ബ്രാഞ്ച് എപ്പോഴും നിലനിൽക്കും, എപ്പോഴും ഉണ്ടാവും. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു നിത്യോപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സംഭവമാണ്. സത്യം പറയണേ കേരളത്തില് മൊത്തം ഇവരറിയാണ്ട് ഈ ഒരു സംഭവം നമ്മൾ ആരും ഇട്ടില്ല അല്ലേ. പല സ്ഥലത്ത് അപ്പൊ സ്കീമിനെ കുറിച്ച് അറിഞ്ഞില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ അഡ്രസ് എന്ന് പറഞ്ഞു കൊടുത്തത്. ശരിക്കും നമ്മള് എങ്ങനെ വരണ്ട, അതുപോലെ സൺഡേ ഓപ്പൺ ആണ്? അല്ല, നമ്മള് സൺഡേ ഓപ്പൺ അല്ല. രാവിലെ സെഞ്ചുറി കോംപ്ലക്സിന്റെ ആദ്യത്തെ ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നടക്കുന്ന ആദ്യത്തെ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഹോണസ്റ്റി ഡ്രസ്സസ്. അപ്പൊ ഇത് ഇവിടെ മാത്രമുള്ള പല ബ്രാഞ്ചസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ല, നമ്മള് വില കുറഞ്ഞ ഐറ്റത്തിന് മാത്രമായിട്ട് നമ്മൾ വേറെ സെക്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് പോകാം. അതുപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷനിൽ കൂടി പോവാം. ഞാൻ എന്തായാലും കേറിപ്പോ ഇങ്ങോട്ട് കയറി ആ ഒരു സെക്ഷനിൽ കൂടി പോവാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ വളരെ പ്രീമിയം ക്വാളിറ്റി പക്ഷേ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്ന ഒരു റിയൽ പ്രൈസ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ആ റിയൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ, അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും എത്ര വില കുറച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗവേഷണമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബ്രാൻഡ്. അതും സ്റ്റോക്ക് ഇത് കാണുന്നത് ഒരു പ്രൊഡക്റ്റ് ഒരു മോഡലിന്റെ അല്ലാട്ടോ, ഇതൊക്കെ പല പല മോഡൽസ് ആണ്. ഇപ്പൊ ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്ക് മോസ്റ്റ് കോമൺ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് അത്. അതെ, ഏറ്റവും കൂടുതൽ അമ്മമാര് എല്ലാ ചേച്ചിമാരും ഓഫീസ് ഗോയിങ് എല്ലാവരും ചോദിക്കുന്ന ഒരു റൗണ്ട് സ്റ്റിച്ച് ആണ്. ഞാൻ ഇത് നിവർത്തി തന്നെ കാണിക്കണ കറക്റ്റ് ആയിട്ട്. ശരിക്കും എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രാൻഡ് അല്ല, സോറി, ഈ ഒരു മോഡൽ കോമൺ ആണ്. പക്ഷെ ഇത് മാത്രമല്ല, ബനിയൻ സ്റ്റഫിലും വരുന്നു. ഇതിപ്പോ പക്ക കോട്ടൺ ആട്ടോ, പക്ക കോട്ടൺ ആണ്. അതുപോലെ തന്നെ നിറ്റഡ് ബനിയൻ മെറ്റീരിയലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മിസ്ലീവിന്റെ സ്റ്റോക്ക് വെച്ചിട്ടുള്ള ഇത്രയും സ്റ്റോക്ക് നമ്മളെ എല്ലാ സമയത്തും അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഈ സൈഡ് ഈ ഗ്യാപ്പിലൊന്ന് നോക്കിയൊക്കെ, ഈ ഗ്യാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെയിം ആ ഒരു ബ്രാൻഡ് തന്നെ കാണാട്ടോ. അത്രയും അധികം സ്റ്റോക്കുകളും അത്രയും അധികം മോഡൽസ് ഇതിൽ വരുന്നുണ്ട് ഈ ഫുൾ. അപ്പോ ഇത് കൂടാതെ വേറെ എവിടെയൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്നത്? നമ്മളെ ബ്രാൻഡുകളൊക്കെ സെപ്പറേറ്റ് സ്റ്റോക്ക് ചെയ്തേക്കാണ്. ഇപ്പൊ അടുത്തൊരു സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയാം. നമ്മളെ പ്രീമിയം ബ്രാൻഡുകൾ മാത്രമല്ല, നമ്മളതിൽ വില കുറഞ്ഞ എല്ലാ ബ്രാൻഡുകളും, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ കവർ ചെയ്യുന്നത് ഇന്നർ വെയറിൽ A to Z ആണ്. അതായത് എല്ലാ വലുത് തൊട്ട് ചെറുത് വരെ. അപ്പൊ അത് തുടങ്ങിയിട്ടുള്ള ആ ലോവർ സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഹാൻഡ് നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ഈ പറയുന്ന പോലെ ബോക്സുകളൊക്കെ പല പല മോഡൽസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാ വരുന്നത് മെയിൻ ആയിട്ട്? ഇവിടെ ഇരിക്കുന്നത് പൊന്നി, ന്യൂഡേ, അംബർ, ഐഡിയൽ, അതുപോലെയുള്ള ബ്രാൻഡുകളാണ്. ഐഡിയൽ ഉണ്ട്, അംബറുണ്ട്, പൊന്നിയുണ്ട്, ന്യൂഡയുണ്ട്. ഈ ന്യൂഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുട്ടികളുടെ ആണോ ലേഡീസിന്റെ ഐറ്റംസ് ആണോ? ഇത് എല്ലാ ഐറ്റംസ് ഉണ്ട്. കുട്ടികളുടെ ഇന്നർവെയർ ഉണ്ട്, ലേഡീസ് ഐറ്റം ഉണ്ട്, ബ്രേസിയേഴ്സ് ഉണ്ട്, പാന്റീസ് ഉണ്ട്, കുട്ടികളുടെ ഇന്നർവെയർസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മള് ന്യൂഡേ കുറെ കേട്ടിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു നോർമൽ ഇതിൽ വരുന്നത്. അതെ, കുട്ടികളുടെ പാക്ക്. ഇത് കുട്ടികളുടെ ചെറിയ 6 മാസം തൊട്ട് 6 മാസം മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഇന്നർ വെയറിൽ. അപ്പൊ ഇന്നർ വെയറിൽ ഇത്രയും കളക്ഷൻസ്, ഇത്രയും സ്റ്റോക്സ്, ഇത്രയും വെറൈറ്റീസ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു കടയാണ് ഇവിടെ. കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് അത് ഹോണസ്റ്റി ആയിട്ട് തന്നെ അതാണ്. ഇനിയും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇനിയും ഉണ്ട് അല്ലേ? തീരൂല, ഇത് അങ്ങോട്ട് പോവാം. ഇതുപോലെ ബണ്ടിലായിട്ട് ആയിരിക്കും വരിക അല്ലേ? നമുക്ക് വരുന്നതും പോകുന്നതും ഇതുപോലെ ബണ്ടിലായിട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ രാംരാജിന്റെ ബണ്ടിലുകളാണ് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇത് എന്റെ ആക്ച്വൽ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോ ഉള്ളത് രാംരാജും മൈബ്രയൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് പല പല സ്ഥലത്തുള്ള. ഇതൊക്കെ നമ്മളെ സ്റ്റോക്കാണ്. രാംരാജിന്റെ സ്റ്റോക്ക്, മൈബ്രയുടെ സ്റ്റോക്ക്, അങ്ങനെ. ഈ രാംരാജ് എന്ന് പറയുമ്പോ ആക്ച്വലി ഇത് മെൻസിലാണോ മെയിൻ ആയിട്ടുള്ളത്? രാംരാജിന്റെ ലേഡീസ് ബ്രാൻഡിന്റെ പേര് കോകില എന്നാണ്.
ഓ കോക്കില ഇതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇത് ഒരുവിധം മിക്കതും നിങ്ങൾ കോക്കിലയുടെ ഭാഗത്ത് അത് നമുക്ക് കാണാൻ. എന്തായാലും ഒരു മിനിറ്റ്, ഈ ഇപ്പൊ രാംരാജ് എന്ന് പറയുമ്പോ മെൻസിന്റെ അവരുടെ തന്നെ മെയിൻ ലേഡീസിന് വരുമ്പോ കോക്കില, അതെന്തായാലും ഞാൻ കാണിക്കാം. ഇത് കൂടാണ്ട് മൈബ്രാര സ്റ്റോക്കാണ് മൈബ്രാര സ്റ്റോക്കുകളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇരിക്കുന്നത് സ്റ്റോക്ക് ആയാലും ഡിഫറെന്റ് മോഡൽസ് ആണ്. വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഒക്കെ ഡിഫറെന്റ് ആണ് ലെവലില്. നിങ്ങൾക്ക് എത്ര വോളിയം സാധനം വേണമെങ്കിലും നമ്മളിലുണ്ട്. അതെ, അത്രയധികം സ്റ്റോക്ക് സപ്ലൈ ചെയ്യാൻ. അതും ഞാൻ ഇപ്പൊ വീണ്ടും പറയാണ്, നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് എത്തിയ ഒരു 4-5 സ്ഥലം മാറിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരേ കടയിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ പർച്ചേസിന് വരുമ്പോൾ ചിലപ്പോൾ ഒരു കട മാത്രമായിരിക്കും കാണാം. കോകിലിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഇത് കോകില, ഇതാണ് രാംരാജിന്റെ ലേഡീസ് ബ്രാൻഡ്. ഓക്കെ, ഇതില് ഇപ്പൊ ഇത് മാത്രം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ബ്രാ പാന്റീസ് എല്ലാം വരുന്നുണ്ടല്ലേ? അറിയില്ലായിരുന്നു. കിഡ്സ് വെറൈറ്റീസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇതിന്റെയും ഈ കാണുന്ന ഫുൾ സെക്ഷൻ മൊത്തം ആ ഒരു കോകില ബ്രാൻഡിന്റെ തന്നെയാണ്. എത്ര പേർക്ക് ഈ ഒരു കോകില ബ്രാൻഡിനെ കുറിച്ച് അറിയാം? അറിയണവരാണെങ്കിൽ കമന്റ് ചെയ്യാം, അറിയാത്തവരാണെങ്കിൽ കമന്റ് ചെയ്യാം. കാരണം എനിക്ക് അറിയണമെന്നുണ്ട്. ഞാൻ ഇത്ര നാളായിട്ട് പല സ്ഥലത്ത് കിടന്നു നടന്നിട്ട് നമുക്ക് ഇവിടെ വന്നപ്പോൾ കുറെ നല്ല നല്ല അറിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു 20-25+ ബ്രാൻഡ്സ്, കിഡ്സ് ആയാലും മെൻസ് ആയാലും ലേഡീസ് ആയാലും എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ. ഇന്നർ വെയർ എന്ന് പറയുമ്പോൾ ഒരു പാൻറ്റീസോ അല്ലെങ്കിൽ ഒരു ബ്രാ മാത്രമല്ല. ഇതില് നമുക്ക് ബനിയൻ വരുന്നുണ്ട്. ബനിയൻ അതിന് ശരിക്കും ബ്രീഫ് വരുന്നുണ്ട്, ഷേപ്പ് വെയർ, ആക്സസറീസ്, അങ്ങനെ തുടങ്ങി. ഇനി ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഡിസ്പാച്ച് പോകുന്നുണ്ട് അല്ലേ? പണിയെടുക്കും മക്കളെ ഉഷാറായിട്ട്. അപ്പൊ ഇതുപോലെ ബണ്ടലുകൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട, അതിനനുസരിച്ച് സ്റ്റോക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇനിയിപ്പോ ഒരു 5ാമത്തെ 6ാമത്തെ സ്ഥലത്തങ്ങള് നമ്മളിനി പോകാൻ പോണത് അല്ലേ? അപ്പൊ ഇനി അവിടെ എന്താന്ന് നമുക്ക് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഓരോരോ ഭാഗങ്ങൾ കയറും തോറും പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അത് തന്നെ വലിയ ആൾക്കാർക്ക് അറിവല്ലേ വേണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ മുകളിലേക്ക് പോവാ അല്ലേ? ബ്ലോസത്തിന്റെ ഒരു കലവറ അല്ല, ഒരു ലോകത്തേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത്രയും അധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, ബണ്ടലായിട്ട് തന്നെ അല്ലെ? അപ്പൊ എത്ര വേണമെങ്കിലും നമ്മൾ നോ എന്നുള്ളൊരു വാക്കില്ല. വാക്കില്ല. ഇവിടെ എത്ര എന്ത് വേണം എന്ന് ചോദിച്ചാൽ മതി. ഉള്ളിലേക്കുണ്ടല്ലേ നന്നായിട്ട്? ഉള്ളിലേക്കും. ഇതൊക്കെ ഫുൾ ബ്ലോസത്തിന്റെ ഓരോരോ മോഡൽസ് ഇങ്ങനെ മാറി വെച്ചിരിക്കുന്നതാവൂല്ലേ? ഇപ്പൊ സൈസസും പറയുമ്പോ എല്ലാം തന്നെ സൈസ്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇവിടുന്നാണല്ലോ കേരളത്തിലേക്ക് മൊത്തം പോകുന്നത്. അതാണ് കൂടുതലൊന്നും പറയാനില്ല. സ്റ്റോക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര അധികം കളക്ഷൻസും എത്ര അധികം. ഇത് കൂടാണ്ട് വേറെ ഏതൊക്കെ ഇരിക്കുന്നത്? ഈ ഒരു സെക്ഷനിൽ തന്നെ കേട്ടോ. ഇതിപ്പോ നമ്മള് വന്നിരിക്കുന്നത് ഒരു വെയർ ഹൗസിലേക്കാണ് കേട്ടോ. അപ്പൊ ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമുക്ക് എത്തിച്ചു തരും. ബോഡി കെയറിന്റെ സ്റ്റോക്കാണ് നമ്മളുടെ ഈ ഒരു ഏരിയ. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. ഇത്രയും നേരം നമ്മൾ കടയിൽ പറഞ്ഞു, കടയുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഈ ഓൺലൈനിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വെച്ചപ്പോ? ഓൺലൈനിൽ, അതായത് നമ്മൾ വാട്സപ്പിൽ ആളുകളുടെ ഓർഡറുകൾ നമ്മൾ അയച്ചു വിടും. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്ന് ആളുകൾ നമ്മളെ സാധനങ്ങളൊക്കെ ഇപ്പോൾ അകലിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത് വളരെ നമ്മൾ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം വന്ന ആളുകൾ നമ്മളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട അത് നമുക്ക് വാട്സപ്പിൽ വിട്ടു തരികയാണെങ്കിൽ നമ്മൾ കൊറിയറിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം. അതൊരു ഡൗട്ട് ഫസ്റ്റ് ടൈം എന്തായാലും വന്നിരിക്കണം. സിസ്റ്റത്തിൽ നിങ്ങളുടെ അഡ്രസ് അല്ലെങ്കിൽ കടയുടെ പേര് ആഡ് ചെയ്തിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ബാക്കി നമ്മളെ ഫാമിലി, ഞാൻ നിങ്ങളുടെ ഫാമിലി ആയ പോലെ അതേപോലെ ഇനി നമ്മുടെ ഫാമിലി ആവാനായിട്ട് എല്ലാരും ക്ഷണിക്കാണ് വരിക. എല്ലാ ആഴ്ചയും അവർക്ക് അതിൻ്റെ പേരിൽ അപ്പം അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിലുള്ളൊരു ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ അവിടെ അവർക്ക് എന്താണോ ഷോർട്ട് ആവുന്നത് അത് ഒരൊറ്റ ഓർഡറിൽ എല്ലാ ബ്രാൻഡും ഫില്ല് ചെയ്യാൻ പറ്റും. കച്ചവടം ആവണമെന്ന് മാത്രമല്ല, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് വീണ്ടും എടുത്ത് പറയുന്നത്. B2B. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടുള്ള സെഞ്ചുറി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഷോപ്പിന്റെ പേര് ഹോണസ്റ്റി ഡ്രസ്സസ്. അതേപോലെ ഹോണസ്റ്റി ആയിട്ടാണ് നമ്മളെല്ലാവരും ഡീൽ ചെയ്യുന്നത്. അപ്പൊ B2B. ഓക്കെ, താങ്ക് യു.